നമസ്കാരം. കഴിഞ്ഞ 2-3-4 വർഷങ്ങളായിട്ട് നമ്മുടെ ചെമ്പുകോഴിയും കൂട്ടരും ചീഞ്ഞേപ്പിക്കാർ, വളിഞ്ഞേപ്പിക്കാർ, പുളിഞ്ഞേപ്പിക്കാർ സ്ഥിരം പറയുന്നൊരു പരിപാടിയുണ്ട്. കൊച്ചുകുട്ടികളോട് പറയില്ല അമ്പിളിമാവിനെ പിടിച്ചു തരാമെന്ന്, കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇവിടെയുള്ള കുറുവടി കോമാരന്മാരോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എയിംസ് വരും എന്നുള്ളത്. മാത്രമല്ല, എയിംസ് എവിടെയാണ് വേണ്ടത്? ഇല്ലാത്ത ഇഡ്ഡലി എവിടെയാണ് വിളമ്പേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഇല്ലാത്ത ലഡു എവിടെ വിളമ്പണം? ലഡു ഇല്ല. അത് മറ്റേ നമ്മളെ പ്ലേറ്റിൻ്റെ പല അറകളുണ്ടാവില്ല, അത് ഈ അറയിൽ വിളമ്പണോ ഈ അറയിൽ വിളമ്പണോ, ലഡു ഇല്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇല്ലാത്ത എയിംസ് എവിടെയാണ് സ്ഥാപിക്കേണ്ടത്? തിരുവനന്തപുരത്ത് വേണോ? ആലപ്പുഴയിൽ വേണോ? തൃശ്ശൂരിൽ വേണോ? കോഴിക്കോട് വേണോ? കാസർഗോഡ് വേണോ? നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഞാൻ അത് കോയമ്പത്തൂർ കൊടുക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു ചെമ്പ് കോഴി. ഇപ്പോൾ ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഇലക്ഷൻ വരുമ്പോഴേതാണ് കൂടുതൽ കുത്തിപ്പൊക്കേണ്ടത്. ഇപ്പോൾ എയിംസ് എന്നുള്ളൊരു വർത്താനമേ ഇല്ല. അത് ചോദിക്കാൻ ഇവിടുത്തെ കുറുവടികളോട് തയ്യാറുമില്ല. അവർക്കറിയാം ഉത്തരവുണ്ടാവില്ലെന്നറിയാം. ഒരു എയിംസിൻ്റെ കാര്യം ഇത്ര കാലം പറഞ്ഞു കിടന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്, നിയമസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷൻ വരാറായുള്ള സമയത്ത് ഇപ്പം മിണ്ടാട്ടമില്ല. ഇപ്പം മിണ്ടാട്ടം മുട്ടി. ഈ ഇലക്ഷൻ വരുന്നതിന് മുൻപ് എയിംസിൻ്റെ തറക്കല്ലിടും എന്ന് പറഞ്ഞ് ആ ഇക്കണ്ടൻ നായർ വളിപ്പൻ വള വർത്താനം മാത്രം പറയുന്ന ചെമ്പ് കോഴി ഇപ്പം എവിടെ? അവൻ്റെ അണ്ണാക്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും കൂടെ തിരികെ വെച്ചിട്ടുണ്ടോ? ഇപ്പം എന്താവും മിണ്ടാത്തതിനൊരു കാരണമുണ്ട്. മിണ്ടാത്തതിനൊരു കാരണമുണ്ട്. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എടുത്തിട്ടില്ല. കഴിഞ്ഞില്ലേ? കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും നാളിതുവരെ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സാധ്യതാ പഠനം പോലും നടത്താൻ കഴിയില്ല. സാധ്യതാ പഠനം പോലും നടത്താനാവില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചു എന്നർത്ഥം. പെണ്ണ് കെട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന കുട്ടിയെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണോ ചോറ്റാനിക്കൽ വെച്ച് നടത്തണോ എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ. പെണ്ണെ കിട്ടിയിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോഴേക്കായി കാര്യങ്ങളിങ്ങനെ. എയിംസ് അനുവദിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ZEN ഒരു SEN, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് എയിംസ് എന്നും പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ ജനങ്ങളുടെ ഇടയിൽ കൂടെ കിടന്ന് നടക്കുന്നുണ്ട്. എവിടെ ഇലക്ഷൻ വരുമ്പോൾ പറയും, ഏത് കുണ്ടുവളപ്പിലാണെങ്കിൽ പോലും, ഏത് കുണ്ടന്നൂരാണെങ്കിലും പറയും, ഞങ്ങളിവിടെ എയിംസ് സ്ഥാപിക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന്. കഴിഞ്ഞ 10-14 വർഷമായിട്ട് ഇതന്നെ പറഞ്ഞുകൊണ്ട് നടക്കാണ് ഇപ്പോൾ കേരളത്തിൽ. ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതുമായിട്ടുള്ള കാര്യം, അത് ഫൈനലൈസ് ചെയ്തൊന്ന് പറയണം എന്ന് ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നും ജസ്റ്റിസ് VM ശ്യാംകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയതിന് പ്രകാരമാണ് ഇങ്ങനൊരു മറുപടി അവർക്ക് കിട്ടിയിട്ടുള്ളത്. എയിംസ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുള്ള സാധ്യതാ പഠനം പോലും നടത്തിയിട്ടില്ല. സാധ്യതാ പഠനത്തിനുള്ള സാധ്യത പോലുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എയിംസ് സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ചെലവ് തന്നെ 1000 കോടി രൂപയോളം വരും. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വിവേചനങ്ങൾ പാടില്ലെന്ന് കോടതി പറഞ്ഞു. എയിംസിനായിട്ട് 2014 കേരളം 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചതായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഉള്ളപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഈ ചെമ്പുകോഴി പറഞ്ഞത്, ഞാൻ ഇപ്പോൾ എയിംസ് കൊണ്ടുവരും, സ്ഥലം കൊണ്ടുപോവാ, സ്ഥലത്തിൻ്റെ സ്ഥലത്തുണ്ട്, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ട്, അതിലേക്ക് കോഴിക്കോടുണ്ട്. അപ്പോൾ പിന്നെ മിണ്ടില്ല. അതിന് 1 മാസം കഴിയുമ്പോൾ വീണ്ടും പറയും, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിൽ എയിംസ് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനുള്ള സ്ഥലം കൊണ്ടുപോവാ. അപ്പോൾ സ്ഥലം കാണിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ മിണ്ടില്ല. ഇതാണ് വളുവളിപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുകയാണ്, മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വിവേചനങ്ങൾ പാടില്ല.
സ്ഥലം പതിച്ചു നൽകിയിട്ടുണ്ട്. എയിംസിനായിട്ട് 2014 തന്നെ കേരളം 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 28 സംസ്ഥാനങ്ങളിൽ എയിംസ് അനുവദിച്ചെന്നും 18 പ്രവർത്തനം തുടങ്ങിയെന്നും 4 നിർമ്മാണം നടക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഹർജിയിൽ കേന്ദ്ര സർക്കാർ ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി വഴിക്ക് സത്യവാങ്മൂലം ഫയൽ ചെയ്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. എയിംസ്, കാസർഗോഡ് ജനകീയ കൂട്ടായ്മ, ഗ്രേറ്റർ പിറവം ഡെവലപ്മെൻറ്റ് ഫോറം തുടങ്ങിയ നൽകിയ ഹർജികളാണ് അവിടെ പരിഗണിച്ചത്. അതോടുകൂടിയിട്ട് ഈ കേന്ദ്ര വാഴകൾ ഒരു കൂറിയനുണ്ട്, ജോർജ് കൂറിയൻ, അവനൊന്നും ഈ കാര്യത്തെക്കുറിച്ചൊന്നും മിണ്ടിയിട്ട് തന്നെയില്ല. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ജനങ്ങളെ വഞ്ചിച്ചിരുന്ന് എയിംസിൻ്റെ പേരും പറഞ്ഞ് വഞ്ചിച്ച് നടക്കുന്ന, എയിംസ് മാത്രമല്ല വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളുടെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് അത് ലുലു സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കുന്ന പറഞ്ഞത്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്തായാലും എയർപോർട്ട് പോലെ ആക്കുന്ന പറഞ്ഞത്. അതുപോലെ ആകാശത്തൂടെ പോകുന്ന പാതയുണ്ടല്ലോ, മെട്രോ തൃശ്ശൂർ വരെ നീട്ടുന്നതാണ് പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് വോട്ട് വാങ്ങിച്ചു. കുറേ എണ്ണത്തിന് ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്ത് മന്ത്രി എന്ന് പറഞ്ഞിട്ടാണ്, സഹമന്ത്രി എന്നും പറഞ്ഞിട്ട്. ഒരു വിലയില്ല. ഇവരൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് അവിടെ പറയാൻ പോലും പറ്റില്ല, മിണ്ടാൻ പറ്റില്ല അവറ്റകൾക്ക് അവിടെ പോയിട്ട്. മോദിയെ കാണുമ്പോൾ കിടുകിടുന്നതിനെ പറയ്ക്കും. അടിമകളായിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നത് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷൻ വരാൻ സമയത്ത് നിങ്ങൾ ആഞ്ഞു പിടിച്ചൊന്ന് ചോദിക്കുക, എയിംസിൻ്റെ കാര്യം എന്തായി? അത് ഒറ്റ തവണ ചോദിച്ചാൽ പോലെ 1008 വട്ടം ചോദിക്കണം. എയിംസിൻ്റെ കാര്യം എന്തായി? എയിംസ് ഉണ്ടാകുമോ ഇല്ലയോ? മിണ്ടുമില്ല. ഇനി മിണ്ടുമില്ല. ഇതുവരെ പറഞ്ഞത് മറക്കരുത് നിങ്ങളാരും. നിയമസഭാ ഇലക്ഷന് മുമ്പ് ഞാൻ തറക്കല്ലിടും. നിയമസഭാ ഇലക്ഷന് മുമ്പ് ഞാൻ കല്ലിടുമെന്നാണ് പറഞ്ഞത്. എവിടെയാണ് അവനെ ഇടാൻ പോണത്? മഞ്ഞസാരി സുന്ദരിയായ അവളുടെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, അവിടെയാണോ ഇടാൻ പോണത്? എവിടെയാണ് ആ കല്ലിട്ടതെന്ന് പറ. ഇലക്ഷന് മുമ്പ് കല്ലിടും, ഞങ്ങളിവിടെ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് പറഞ്ഞവനല്ലടാ ഊശാമ്പി നീ എന്നൊന്ന് പറ. നീ എവിടെയാണ്ടാ കല്ലിട്ടത്? ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കേരളീയരോട് പറയേണ്ട ആവശ്യമില്ല. കാരണം BJPക്ക് ഒറ്റ വോട്ട് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. തന്തയ്ക്ക് പറഞ്ഞൊരു മുസ്ലിങ്ങൾ മുഴുവൻ തന്തയ്ക്ക് പറഞ്ഞവരാണ്. കാരണം അവരുടെ അച്ഛൻ്റെ പേര് അവർക്കറിയാം, അമ്മയുടെ പേരും അറിയാം, ജന്തുക്കളുടെ പേരിൽ ഒരു വംശമുണ്ട്. ജന്തുവിൽ വലിയ വംശ. അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോട് പറയണമെന്ന് പറയും. അമ്മയോട് ചോദിക്കണമെന്ന് പറയും. അമ്മയോട് ചോദിക്കുമ്പോൾ പറയും ചെവിട്ടിൽ പറയാം, ഉറക്കം നീ പറയരുതെന്ന് പറയും. അതിൻ്റെ സംബന്ധത്തിലുണ്ടായതാവേ, കള്ളക്കുത്തിലുണ്ടായതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ വർഗമുണ്ട്. സംബന്ധ ബാന്ധവത്തിന് ചെളിക്കുണ്ടിൽ ആഴ്ന്നു കിടക്കുന്ന കുറേ സാധനം അതിലേക്ക് പെട്ടതാണ്. ഈ സാധനയ്ക്കും അതിൽ പെട്ട സാധനങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് ഇങ്ങനെ വഞ്ചിക്കുന്ന ഇത്തരം വൃത്തികെട്ടവന്മാർക്ക്, ഇത്തരം ജന്തുക്കൾക്ക് വോട്ട് കൊടുക്കരുത്. ഒരു പഞ്ചായത്തിൽ പോലും ഭൂരിപക്ഷമർക്ക് ഉണ്ടാവരുത്. ഈ ഇലക്ഷൻ കഴിയുന്ന ഈ ഇലക്ഷന് വേണ്ടി വീട്ടിൽ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചോദിക്കണം. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതായത് തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിമും തള്ളയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിമും, അഥവാ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞൊരു മുസ്ലിം, തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞൊരു ക്രിസ്ത്യാനി, അവരെന്ത് പറഞ്ഞാലും 2020 ഉണ്ട്, അവനൊരു ക്രിസ്ത്യാനിയാണ്. അവൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഞൈ എന്ന് പറഞ്ഞ് കാവിക്കൂടി പിടിച്ച് നടക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യാനികൾ പോലും താമരയുടെ മേലെ കുത്തില്ല. അവരുടെ കൈ അവിടേക്ക് ചെല്ലില്ല. താമരയുടെ മേലെ കുത്താൻ അവരുടെ കൈ ചെല്ലില്ല. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെന്ന് ആശ്വസിക്കാൻ എന്നൊന്നുമില്ല. ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പേ ഇപ്പോഴേ പറയാം, BJP വട്ട 0 അതാണ് ഉണ്ടാക്കാൻ പോണത്. ഇതുവരെ അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനം 15-16 ഇത്തവണ 10 കുറഞ്ഞു പോകും. അങ്ങനത്തെ ചരക്കുകളാണ് ഇവിടെ നേതാക്കന്മാരായിട്ട് നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ ഇവിടെ ഇപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാരാ. അതിൻ്റെ കാര്യം പിന്നെ ചരിത്രം പറയാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോഴും അടിയും തല്ലും തീർന്നിട്ടില്ല. ഇവിടെ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഈ ഇലക്ഷൻ നടക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ
ലിസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ട് LDF മത്സരിക്കുന്നവരുടെ ലിസ്റ്റ് ഒരാൾ പോലും കമശിവാതിന് വാക്ക് വേണ്ടിയിട്ടില്ല. എൻ്റെ പേര് ചേർത്തിട്ടില്ല, ഞാൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കും, അവിടെ അവൻ്റെ പണി കഴിയും. പിന്നെ അവൻ മറ്റേ ഇടുക്കിയിലെ മണി പറഞ്ഞ വല്ലവൻ ഷൂ ആയിട്ട് മാറും. അതാണ് ഇപ്പോൾ ജി സുധാകരനെങ്കിൽ സംഭവിച്ചതാണ്. എത്ര വലിയ നേതാവായിരുന്നു, സത്യസന്ധനാണ്, അതൊന്നും അസത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ കൂട്ടത്തിൽ കൂടി നിൽക്കുമ്പോൾ മാത്രമാണ് വലിപ്പം ഉണ്ടാകുന്ന അർത്ഥം. നമ്മളെ വീടിൻ്റെ മേലെ നമ്മൾ വലിയ വീടൊക്കെ പണിത് അതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കൊണ്ടാണ് വയ്ക്കും, ഒരു മകുടം പോലെ. ആ മകുടം മാത്രം റോട്ടിൽ കൊണ്ടുവച്ചാൽ വല്ല വിലയുണ്ടോ? അത് വലിയ വീട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി മണിമണ്ഡപം പോലെ ഒരു വീടൊക്കെ പണിത് അതിൻ്റെ മേലെ സ്ഥാപിക്കുമ്പോൾ അതിനർത്ഥമുള്ളൂ. ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മെമ്പറായിട്ട് നിൽക്കുമ്പോൾ, ഒരു സഖാവായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് വലിയ നിലയും വരെയുണ്ട്. അവിടുന്ന് വീണു പോയാലോ, ആ ബന്ധം മറ്റുപോയാലോ, ആ അസ്തിത്വവും വ്യക്തിത്വം എല്ലാം അവിടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും LDF, ഞാൻ LDFിൻ്റെ ആളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളോ അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആളോ അതല്ലെങ്കിൽ BJPയുടെ ആളോ അല്ല. കേരളം ഭരിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ ഉത്തരം തരുന്ന ആൾക്കാരായിരിക്കണം കേരളം ഭരിക്കേണ്ടത്. ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്ന് പറയാൻ പാടില്ല. കോൺഗ്രസ്സുകാരോട് ഞാൻ ചോദിച്ചോട്ടെ, BJPക്കാരെ പിന്നെ നമ്മൾ ചത്ത ശവത്തിനെ കൊല്ലുന്നതിന് തുല്യ, ആ കാര്യം വിട്. കോൺഗ്രസ്സുകാരോട് ചോദിച്ചോട്ടെ, ആരാ നിങ്ങളുടെ നേതാവ്? ഉത്തരം പറയാൻ പറ്റുമോ? ഏതിനും കോൺഗ്രസ്സുകാരന് നിവർന്ന് നിന്ന് ഉറക്കെ ഉത്തരം പറയാൻ പറ്റുമോ കോൺഗ്രസ്സുകാരുടെ നേതാവ് ആരാണെന്ന്? അപ്പോൾ ഞങ്ങൾ ജനാധിപത്യമാണ്, ഞങ്ങൾക്ക് എല്ലാം നേതാക്കന്മാരൊക്കെ വിളവെളിപ്പൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ആയതുകൊണ്ട് തന്നെ ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്നതിന് ഉത്തരം തരാൻ ഇപ്പോൾ ആർക്കാ കഴിയുക? LDFിന് മാത്രമേ കഴിയുക. ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു LDF തന്നെ അധികാരത്തിൽ വരണമെന്നും അതാണ് കേരളത്തിൻ്റെ ഭാവിക്ക് നല്ലതെന്ന്. അപ്പോൾ ഏതായാലും കൺട്രോൾ അയ്യപ്പൻ്റെ കാര്യത്തിൽ MM മണി ആശാൻ പറഞ്ഞത് 100%, 101%, 102%, 103% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കൺട്രോൾ അയ്യപ്പൻ ഈ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അതിൻ്റെ ഒരു തായ് മരം. തായ് എന്ന് വെച്ചാൽ അതിൻ്റെ തള്ളമരം. മാവാണെങ്കിൽ ഒരു വണ്ടിയിൽ നിന്നാണല്ലോ മാവ് ഉണ്ടാവുക. ഞാൻ ഉത്തർപ്രദേശിൽ പോയപ്പോൾ അവിടെ നല്ലൊരു മാവ്, അപ്പം അതിൻ്റെ മാമ്പഴം അവിടെ കിടക്കുന്നുണ്ട്. എന്തൊരു നെയ്യിൻ്റെ പോലെ എന്തൊരു നല്ല മാമ്പഴമാണ്, തിന്നിട്ട് മതിയായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അണ്ടി കൊണ്ടുവന്ന് അതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ പാവി. അതിൽ നിന്നുണ്ടായ മരമാണിത്. അപ്പോൾ അതിൻ്റെ തായ് മരം എവിടെയാണ്? അത് ഉത്തരേന്ത്യ. അപ്പോൾ എല്ലാത്തിനും ഉണ്ടൊരു അമ്മ, എല്ലാത്തിനുമുണ്ടൊരു അച്ഛൻ, മനുഷ്യന്മാരായിട്ട് പറയുന്ന എല്ലാത്തിനുമുണ്ട് ഒരു തള്ള, ഒരു തന്ത. ഇവൻ്റെ തന്ത ആരാ? ഇവൻ്റെ തന്ത പന്തളത്ത് ഇപ്പം ജയിലിൽ കിടക്കുന്ന ഒരുത്തിനത്ര ഈ അയ്യപ്പൻ്റെ തന്ത. ആലോചിച്ച് നോക്കണം, ഗതികേട് നോക്കണം. ദൈവത്തിനൊരു തന്ത. ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ പോയിട്ട് പറഞ്ഞ അള്ളാഹുവിൻ്റെ വാപ്പയാണാ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വട്ടേ പറയുള്ളൂ. അള്ളാഹുവിൻ്റെ വാപ്പയാണ് ഞാൻ ഒറ്റവട്ടേ പറയുള്ളൂ. അള്ളാഹുവിൻ്റെ വാപ്പയാകാൻ ശ്രമിച്ചാൽ ഒറ്റവട്ടാകാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ശ്രമം അതോടുകൂടി അവസാനിക്കും. ഇവിടെ ഹിന്ദുക്കളെ പറഞ്ഞ് പീഡിപ്പിക്കുകയാണ്, കളിയാക്കുകയാണ്. അയ്യപ്പൻ്റെ തന്ത ഞാനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ പെണ്ണ് പിടിക്കാൻ പോയിട്ട് ജയിലിൽ പോയതാണ്. ഇപ്പോഴത്തെ സ്വർണം കെട്ടി ജയിലിൽ പോകുന്നു. ഇവരൊക്കെയാണ് അയ്യപ്പൻ്റെ തന്തമാർ. പിന്നെ തള്ളയാണെങ്കിൽ അവൾ മുക്കി പ്രസവിക്കണം. യോനിയിൽ കൂടെ തന്നെ പുറത്തു വരണം, അല്ലാതെ ആസനത്തിൽ കൂടെ അല്ല പുറത്തു വരേണ്ടത്, വായിൽ കൂടെ അല്ല പുറത്തു വരേണ്ടത്. അങ്ങനെയാണ് യഥാതഥാ വിധത്തിലാണ് പ്രസവമെങ്കിൽ അവൻ പിന്നെ എന്തിനാ ഈ പെണ്ണുങ്ങളെ കിടന്ന് പെട്ടയ്ക്കുന്നത് പെണ്ണുങ്ങളെ യുവതികളെ കാണുമ്പോൾ എന്തിനാ അവന് ലിംഗോദ്ധാരണം ഉണ്ടാകുന്നത്? അപ്പോൾ ദൈവമല്ല എന്നല്ലേ അർത്ഥം. മണിയാശാൻ പറഞ്ഞത് 100% അതിലപ്പുറവും ശരിയാണ്. നമസ്കാരം.